ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം. കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പാട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യാനും അത് ഫോണിൽ വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണിത്. നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കമന്റ് ആണ്, റേറ്റ് എത്ര, റേറ്റ് പറയുന്നില്ല. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവട്ടോ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ സൗവർണികാമൃത വീചികൾ പാടും മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ താളം മാറി ഓണക്കാലം പോയി. നമസ്കാരം, ഫൈറ്റർമെക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇതാണ് നമ്മുടെ ഓൺ ഡിവൈസായ JBeats Audioയുടെ J3099 എന്ന മോഡല്. മുമ്പ് നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡലാണിത്. ഇതിൽ നമ്മൾ ഒരുപാട് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. റെക്കോർഡിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, സ്പീക്കറിൽ മാറിയിട്ടുണ്ട്, ആംപ്ലിഫയർ മാറിയിട്ടുണ്ട്, അതുപോലെ അതിന്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്, അതിന്റെ ഫ്രണ്ടിലെ പാനൽ മാറിയിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. മെയിൻലി റെക്കോർഡിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണെന്ന് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു അപ്ഡേറ്റ് മോഡലിനകത്ത് നമുക്ക് രണ്ട് സൈഡും ഫ്രണ്ട് ഭാഗമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, തൊട്ട് താഴെ ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ USB MP3 പ്ലെയർ, അതിൻ്റെ ബട്ടണുകളാണിത്. ഇവിടെ റെക്കോർഡിംഗ് വോളിയം കൊടുത്തിട്ടുണ്ട്, അതുപോലെ മെയിൻ വോളിയം കൊടുത്തിട്ടുണ്ട്. മൈക്ക് 1 മൈക്ക് 2 രണ്ട് മൈക്ക് കണക്ട് ചെയ്യാം. മുകളിലായിട്ട് നമ്മൾ ഓഡിയോ ഔട്ട്, പ്രീ ഔട്ട്, ഇതിൽ നിന്ന് നമുക്ക് പ്രീ ഔട്ട് എടുക്കാം. മറ്റുള്ള നമ്മുടെ കയ്യിലുള്ള വലിയ ആംപ്ലിഫയറിലേക്കോ വലിയ PS സ്പീക്കറിലേക്കോ സൗണ്ട് ബാറിലേക്കൊക്കെ നമുക്ക് ഇതുവഴി പ്രീ ഔട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ശബ്ദം വലുതാക്കി എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പീക്കറിലേക്കല്ല ഇത് പ്രീ ഔട്ടാണ്, മറ്റൊരു ആംപ്ലിഫയറിലേക്കാണ് ഇത് കൊടുക്കേണ്ടത്. തൊട്ട് താഴെയായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള കേബിൾ കൊടുത്തിട്ടുണ്ട്. അത് ചുറ്റി വയ്ക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ ക്ലാമ്പ് കൂടെ ചെയ്തിട്ടുണ്ട്. 3.5 mm ഒരു മെയിൽ പിന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Type C മാത്രം ഉപയോഗിക്കുന്നവർ ഇതുപോലുള്ള Type C കൺവെർട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് Type Cയിലേക്കും ഇത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൺവെർട്ടർ കേബിൾ വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഫോണിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതുപോലത്തെ കേബിളുണ്ട്. ഏതെങ്കിലും കേബിൾ സപ്പോർട്ട് ചെയ്യില്ല. ഓരോ ഫോണിനും അതിൻ്റെ സ്റ്റോറിൽ തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വിവോ ആണെങ്കിൽ വിവോ സ്റ്റോറിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഒറിജിനൽ കിട്ടുക. എങ്കിലും മറ്റുള്ള ചില കോമ്പാറ്റബിൾ ആയിട്ടുള്ള ചില കേബിളുകളൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാലും നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഈ ഒരു ഡിവൈസിൻ്റെ കൂടെ വരുന്ന മറ്റ് ആക്സസറീസ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു നല്ല ഹൈ ക്വാളിറ്റിയുള്ള റിമോട്ട് വരുന്നുണ്ട്. കൂടാതെ ഒരു ചാർജർ, 3 ആംപിയറിൻ്റെ 12 വോൾട്ടിൽ ഒരു ചാർജർ വരുന്നുണ്ട്. BMX Gold എന്ന ഒരു ബ്രാൻഡിൻ്റെ മൈക്കാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഒരു മൈക്കാണിത്. 5 മീറ്റർ മൈക്ക് കേബിൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. മൈക്കിൻ്റെ പിന്ന്, അതുപോലെ XLR പിന്ന് എല്ലാം ക്വാളിറ്റിയുള്ള പിന്നുകളാണ്. കൂടാതെ ഇതിനകത്തൊരു മൈക്ക് സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന മൈക്ക്, BMX Gold BM204 എന്ന മോഡലിലുള്ള മൈക്കാണിത്. വോക്കലിനെല്ലാം നല്ല ക്വാളിറ്റി തരുന്ന ഒരു മൈക്കാണിത്. രണ്ട് സൈഡിലായിട്ട് 4 ഇഞ്ചിൻ്റെ 2 ഫുൾ റേഞ്ച് ഊഫർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളൊരു ട്യൂട്ടർ കൂടെ കൊടുത്തിട്ടുണ്ട്. പുറകുവശത്തായിട്ട് എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലുകളെല്ലാം ക്വാളിറ്റിയുള്ള ഗ്രില്ലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഡിവൈസ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഇത് ഉപയോഗിച്ചൊരു പാട്ട് പാടി നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 മൊബൈലുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നത് കരോക്കെ പ്ലേ ചെയ്യിക്കാനും ഈ ഒരു മൊബൈൽ നമ്മൾ റെക്കോർഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഫോണിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പം നമ്മുടെ പേഴ്സണൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ഡിവൈസ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ബ്ലൂടൂത്തിലാണ് അത് കിടക്കുന്നത്. പെൻ ഡ്രൈവ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെൻ ഡ്രൈവിൽ കരോക്കെ ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് പാട്ട് പാടാം. പാട്ട് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് പാട്ട് പാടുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പെൻ ഡ്രൈവ് കണക്ട് ചെയ്തെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് പെൻ ഡ്രൈവിലായിരിക്കും. പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂടൂത്തിലാണത് വർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ബ്ലൂടൂത്തുമായിട്ട് ഞാനിതിനൊന്ന് പെയർ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. ഇവിടെ പെയർ ന്യൂ ഡിവൈസിനകത്ത്, അല്ലെങ്കിൽ മറ്റ് പല ഫോണിലും പല രീതിയിലാണ് വരിക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെ ഈ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡിവൈസുമായിട്ട് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ആവുന്നുണ്ട്.
ഇനി നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം. മൈക്ക് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. മൈക്കിൻ്റെ ഈ ഒരു 3 പോയിന്റുകൾ കാണാം, മെയിൽ പിന്നുകൾ കാണാം, അതുപോലെ തന്നെ ഇവിടെ ഫീമെയിൽ പിന്നുകൾ കാണാം. ഇത് ഒരുപോലെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒന്നുകിൽ ഈ ഒരു 3 പിന്നുകൾ ഒരുപോലെ വെക്കുക, അല്ലെങ്കിൽ ഏതൊരു മൈക്കിനെയും ഇവിടെ ഒരു കട്ടിങ് കാണാം. ഏതൊരു മൈക്കിൻ്റെ ഈ ഒരു പിന്നിനകത്ത്, XLR പിന്നിനകത്ത് ഇവിടെ ഒരു കട്ടിങ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൻ്റെ പിന്നിനകത്തും മൈക്കിൻ്റെ സോക്കറ്റിനകത്തും ഇവിടെ ഒരു കട്ടിങ് കാണാം. ഈ കട്ടിങ് നേരെ ലെവലാക്കിയ ശേഷം കണക്ട് ചെയ്യുക. ക്ലിക്ക് എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കാം. അപ്പോൾ ഇത് കറക്റ്റ് കണക്റ്റായി. ഇനി നമുക്ക് മൈക്ക് കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. മൈക്ക് 1ാമത്തെ ജാക്കിൽ കണക്ട് ചെയ്തു. ഇനി മൈക്കിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തു. മൈക്കിന് സ്വിച്ച് ഓൺ ചെയ്താൽ മൈക്ക് ഓൺ ആവില്ല. മൈക്ക് ഓൺ ആവാനായിട്ട് ഇവിടെ മോഡ് എന്നൊരു ബട്ടൺ, ഈ പ്ലെയറിൻ്റെ 4ാമത്തെ ബട്ടൺ, മോഡ് എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേയിൽ ഓൺ എന്ന് എഴുതി കാണിച്ചു. ഇപ്പോൾ മൈക്ക് എനേബിൾ ആണ്. ഇങ്ങനെ വേണം മൈക്ക് ഓൺ ചെയ്യാനായിട്ട്. ഹലോ 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 ഇപ്പോൾ മൈക്ക് ഓൺ ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെക്കോർഡിംഗ് കേബിൾ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ എൻ്റെ മൊബൈൽ ടൈപ്പ് സി മാത്രമേ ഉള്ളൂ. 3.5-ൻ്റെ ജാക്ക് ഡയറക്റ്റ് വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ കൺവെർട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. കൺവെർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോണിലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ റെക്കോർഡിംഗ് കേബിൾ കണക്ട് ചെയ്തു. ഇനി റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ എല്ലാ ആപ്പുകളും ഇത് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും ഇത് സപ്പോർട്ട് ചെയ്യും. ക്യാമറയോ അല്ലെങ്കിൽ ഓഡിയോ ആണെങ്കിൽ ഓഡിയോ റെക്കോർഡറോ വോയിസ് റെക്കോർഡറോ എല്ലാം ഇത് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ ഓപ്പൺ ക്യാമറ എന്നൊരു ആപ്പാണ് ഞാൻ ഇതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിലേക്ക് തിരിക്കുക. ഫ്രണ്ട് ക്യാമറയിലാണ് ഞാനിവിടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു കരോക്കെ ഓൺ ചെയ്യുന്നു. നമ്മൾ ബ്ലൂടൂത്ത് വഴി കരോക്കെ പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരോക്കെ പ്ലേ ചെയ്യുന്നു. കരോക്കയുടെ വോളിയം ഫുള്ളാക്കി വെച്ചിട്ട് നമ്മളൊന്ന് പാടി നോക്കുക. അപ്പം നിങ്ങളിവിടെ കണ്ടൊരു പ്രശ്നം, നമ്മുടെ വോക്കൽ വളരെ കുറവും മ്യൂസിക് വളരെ കൂടുതലുമായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ തന്നെ മൈക്ക് വോളിയം ഫുൾ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടെ ഈ കരോക്കെ കൊടുത്തിരിക്കുന്ന മൊബൈലിൻ്റെ വോളിയം ഒരു 70% ആക്കി വയ്ക്കുക. 60-70% ആക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് പ്ലേ ചെയ്ത് പാടി നോക്കാം. ഉള്ളിൻ്റെ നീ തൊട്ട പുളകമെഴുതി കഴിഞ്ഞ മൊഴികൾ. ഇപ്പം നമ്മുടെ വോക്കലും മ്യൂസിക്കും ലെവലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വോക്കലും കരോക്കയുടെ വോളിയം ലെവൽ ചെയ്യുന്നത്. നമ്മുടെ വോക്കലിനനുസരിച്ച് നമ്മുടെ കരോക്കെ കൊടുത്തിരിക്കുന്ന ഫോണിൻ്റെ വോളിയം കൂട്ടിയും കുറച്ചുമാണ്. ചില കരോക്കെ സൗണ്ട് കൂടുതലായിരിക്കും, ചില കരോക്കെ സൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഏകദേശം നമ്മളൊരു തുമ്പ് പാടി നോക്കിയ ശേഷം ഇത് ലെവൽ ചെയ്ത ശേഷമാണ് റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു മിനിമം ഒരു 60%-70% ഒക്കെയാണ് സാധാരണ കോമൺ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരാറ്. അപ്പോൾ നമുക്കിത് ഒരു പാട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഒരു കരോക്കെ ഞാനിവിടെ പ്ലേ ചെയ്തു. ഇതിൻ്റെ വോളിയം ഒരു മിനിമത്തിലേക്ക് വെച്ചു. ഇവിടെ നമ്മൾ റെക്കോർഡ് അമർത്തി. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ള പുടവാ. വോളിയം കുറച്ചു. നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ചെയ്തു. ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ള പുടവാ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെക്കോർഡ് ചെയ്തത്. ഇനി ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി, നമ്മളിപ്പോൾ ഈ റെക്കോർഡ് ചെയ്ത ഒറിജിനൽ ഫയൽ ഞാൻ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി എത്ര എന്നുള്ളത്. ഇതിപ്പോൾ നമ്മളിതിൻ്റെ ഫോണിൻ്റെ സ്പീക്കർ ഫോണിലാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒറിജിനൽ ഫയൽ ഞാനിപ്പോൾ ഒന്ന് പ്ലേ ചെയ്യിക്കാം. അതിൻ്റെ ക്വാളിറ്റി കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ള പുടവാ. ഓഡിയോയ്ക്ക് വേണ്ടി ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത് ഓഡിയോ റെക്കോർഡർ എന്നൊരു ആപ്പാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഓഡിയോയും ഒന്ന് റെക്കോർഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഒരു ഓഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ കരോക്കെ പ്ലേ ചെയ്തു, വോളിയം കൂട്ടി. ഇവിടെ നമ്മൾ റെക്കോർഡ് അമർത്തി. മഴവിൽ കൊതുമ്പിലേറി വന്ന നമ്മളിവിടെ ഫിനിഷ് ചെയ്തു. നമ്മളൊന്ന് പ്ലേ ചെയ്യിച്ചു നോക്കാം. പ്ലേ ചെയ്യാനായിട്ട് ഈ ഒരു കേബിൾ റിമൂവ് ചെയ്യണം.
അപ്പോൾ ഇങ്ങനെയാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വോയിസ് റെക്കോർഡറോ നമ്മുടെ ഫോണിലുള്ള ഏത് ആപ്പുകളും ഇത് സപ്പോർട്ട് ചെയ്യും. കുറച്ച് പാട്ടുകൾ കൂടി നമുക്കൊന്ന് പാടി നോക്കാം. ഇങ്ങനെ വെച്ച് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂട്യൂബിലേക്ക് നമുക്ക് ഈ ഒരു വീഡിയോ അല്ല വേണ്ടത്. യൂട്യൂബിലേക്ക് ഷോർട്സിന് വേണ്ടി ഈ വീഡിയോ ചെയ്യാം, പക്ഷേ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ക്യാമറ ഓൺ ചെയ്തു. ഇനി ഞാനിതിൻ്റെ ഒറിജിനൽ ഫയൽ ഷെയർ ചെയ്യാം. ഈ ഒരു ഫോണിൽ നമ്മൾ പാടിക്കൊണ്ട് ആ ഒരു ഫയൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി അറിയാനായിട്ട് അധികം പാടുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കൂടുതൽ പാടാൻ സാധിക്കില്ല. അതുകൊണ്ട് കുറച്ച് ലൈൻസ് പാടിയിട്ട് ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ഈ ഒറിജിനൽ ഫയൽ ഞാനൊന്ന് ഷെയർ ചെയ്യാം. തൽക്കാലം ഇവിടെ ഈ ഒരു ഫോൺ ഞാനിവിടെ ഓഫ് ചെയ്യാണ്. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ, ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ, കുളിരിൽ മുങ്ങുമാത്മദാഹ മൃദുവികാരമോ, മൗനം സ്വരമാ എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളി ഉണരും സ്മൃതിയലയിൽ, സൗവർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും, മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ താളം മാറി ഓണക്കാലം പോയി, വേലക്കാവിൽ വർണ്ണക്കോലം മാറി തീരം തേടി അന്തിക്കാറ്റും പോയി. നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കമന്റാണ് റേറ്റ് എത്ര, റേറ്റ് പറയുന്നില്ല, ഇങ്ങനെ ഒരു പരാതി. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം കൂടെ പറയാം. നമ്മൾ ഡിവൈസിൻ്റെ സ്പെയറുകൾ പർച്ചേസ് ചെയ്യുന്നത് പല ഡീലർമാരുടെ കയ്യിൽ നിന്ന്, അത് ചിലരൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല പല സ്ഥലങ്ങളിലാണ്, പല ഡീലർമാരുടെ അടുത്തും ഒരേ സാധനത്തിന് തന്നെ പല ഡീലർമാരുടെ അടുത്തും പല പ്രൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത പ്രൈസിലായിരിക്കില്ല അടുത്ത പ്രാവശ്യം നമുക്ക് റേറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസിൻ്റെ സ്പെയർ കോസ്റ്റ് ആയിരിക്കില്ല ഒരു 6 മാസം കഴിഞ്ഞാലുള്ള സ്പെയർ കോസ്റ്റ്. അപ്പോൾ അതിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും, റേറ്റിൽ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സ്ഥിരമായിട്ടൊരു പ്രൈസ് പറയാൻ സാധിക്കാത്തത്. എങ്കിലും ഞാൻ കമന്റ് ബോക്സിൽ റേറ്റ് ചോദിക്കുന്നവരത്ത് ആ ഒരു ഡേറ്റ് ഇട്ടുകൊണ്ട് ആ ഡേറ്റിലുള്ള റേറ്റ് ഞാൻ പറയാറുണ്ട്. ആ ഒരു ഡേറ്റ് ഇടാനുള്ള കാരണം അത് അന്നത്തെ പ്രൈസാണ്. നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ട ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോൻ്റെ കാര്യത്തിൽ ഇത്രയാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ അത് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേറ്റ് പറയാത്തതിന് കാരണം. റേറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഇന്ന് ചെയ്തിട്ടുള്ള പ്രൈസ് ആയിരിക്കില്ല ഒരു 6 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് പറയാത്തതിന്. അത് ഞാൻ മാത്രമല്ല, ഇതുപോലെ ഡിവൈസുകൾ ചെയ്യുന്ന ആരും തന്നെ റേറ്റ് പറയാനുള്ള സാധ്യതയില്ല. അതിന് കാരണം ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രൈസ് വീഡിയോയിൽ പറയാത്തതിന് കാരണം. പാട്ട് പാടുന്നവർക്കും പാട്ട് കേൾക്കുന്നവർക്കും പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുന്നവർക്കും എല്ലാം വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഡിവൈസാണിത്. വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടൊക്കെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാനും സോഷ്യൽ മീഡിയയിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും പറ്റുന്ന നല്ല ഒരു അടിപൊളി ഡിവൈസ് തന്നെയാണ് ഇത്. അതുപോലെ തന്നെ പറയാനുള്ളത്, ഈ ഒരു ഡിവൈസ് നമുക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ളതല്ല, പാട്ടുകാർക്ക് വീട്ടിൽ വെച്ച് പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും വേണ്ടി മാത്രമുള്ളതാണ്. ഇത് പ്രോഗ്രാമിനൊന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ ഉപയോഗിക്കാം. വീടിനകത്ത് നമുക്ക് കുറച്ച് അതിഥികൾ 60 വാട്ട്സ് ആണ് ഇതിന്റെ സൗണ്ട് ഔട്ട്പുട്ട് വരുന്നത്. വീട്ടിനകത്ത് കുറച്ച് അതിഥികളൊക്കെ വന്നാലും നമുക്കിത് ഉപയോഗിക്കാം. പക്ഷെ പുറത്ത് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട്. ഇതുപോലെ ബഡ്ജറ്റ് കുറഞ്ഞ ഒരു ബേസിക് മോഡൽ കൂടെ നമുക്കുണ്ട്. അത് നമ്മുടെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, തൊട്ട് മുന്നത്തെ വീഡിയോ പോയാൽ മതി. ബഡ്ജറ്റ് കുറഞ്ഞവർക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു ഡിവൈസാണ്. ഒരാൾക്ക് വളരെ സിംഗിൾ പേഴ്സണ് പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുക റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ആ ഒരു ഡിവൈസ്. അത് 25 വാട്ട്സ് ആണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ഡിവൈസ് ഓർഡർ ചെയ്യാവുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. പേയ്മെന്റ് മുൻകൂറായി തന്നെ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുക, അഡ്രസ്സും കൂടി അയക്കുക. നമ്മൾ ട്രാക്ക് ഓൺ കൊറിയർ വഴി നമ്മൾ അയച്ചു തരുന്നതാണ്. മുൻകൂറായി പേയ്മെന്റ് ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പലർക്കും സാധനം കയ്യിൽ കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള പല പേടിയും ബേജാറൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് വളരെ ഹാപ്പി ആയിട്ട് പാട്ടുപാടി
റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണത്. യാതൊരുവിധ പേടിയും കൂടാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സർവീസ് ആണെങ്കിലും ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെയൊക്കെ എല്ലാം ഒരു ഫുൾ സപ്പോർട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.